പറഞ്ഞ അറിഞ്ഞിട്ട് കഞ്ഞിക്കട എന്നാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിലും ഇവിടെയുള്ള മീനുകളുടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഒരു രക്ഷയില്ല. ഫാമിലി, ഫ്രണ്ട്സ്, കപ്പിൾസ് എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനം ഫ്രഷ് ആയിട്ട് പൊരിച്ചിരുന്നത് കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കട ഇറക്കുമതി ചെയ്ത വിഷ്ണു ഷെഫ്. സാധനങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. കുക്കിംഗ് വിദഗ്ധത നമ്മൾ കണ്ടു. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാം. നാടൻ മാന്തൾ തവ, റെഡ് മസാല, ആവോലി ഗ്രീൻ മസാല, ആയി പ്രോൺസ്. ഇത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഗ്രീൻ സ്ക്വിഡ്. ഞാൻ ടേസ്റ്റ് മസാല അടിപൊളിയിട്ടാ. ഇത് കുറച്ച് എരിവ് ഉണ്ട് കേട്ടോ. മറ്റേ പച്ച മസാല ബേസ് നോക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കൂടുതലാണ്. പക്ഷെ ഞാൻ എല്ലാം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. ഇത് കഞ്ഞിൻ്റെ കൂടെ കഴിച്ചാണ്ടല്ലോ ഇഡ്ഡലി. മസ്റ്റ് ട്രൈ. ഞാൻ നേരത്തെ പറഞ്ഞു വ്ളോഗിംഗ് ഒക്കെ മറന്നു ഞാൻ. അത്രയും ടേസ്റ്റ്. നമുക്ക് ഇവര് കോംപ്ലിമെന്ററി ആയിട്ട് തന്നാട്ടാ ചട്ടിച്ചോറ്, ബീഫ് ചട്ടിച്ചോറ് അങ്ങനത്തെ നോക്കാം. സ്പൂണൊന്ന് സെറ്റ് ആയി. സത്യമായിട്ടും ചെറുതായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. സിമ്പിൾ സിമ്പിളാണ് പക്ഷേ പവർഫുൾ. കണ്ണുവെച്ച ടേസ്റ്റ് ഉണ്ടാവും. സത്യമായിട്ട് തരും. തോട് കണ്ണിന് കാഴ്ച കൂടും. 4-5 സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും ഇവിടെ ബാക്കിയില്ല. പ്ലേറ്റ് നോക്ക്, എല്ലാം കാലി. കട്ടപ്പ ഫുള്ള് കാലി, പ്രസോപ്പ് കാലി, ഇവൻ കാലി. ഇത് മാത്രം കുറച്ചുണ്ടാവും. ഇത് ഈ പീസ് കട്ടപ്പ ഫുള്ളാക്ക്. വേസ്റ്റ് ആക്കാൻ പാടില്ല. ഫേവർ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചതിൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഫേവർ ആയിട്ടുള്ള സാധനങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. അത് നോക്കിയിട്ട് ഇവിടെ പോയിട്ട് ഓർഡർ ചെയ്തു. ആയിട്ടുള്ള ഫുഡായിരുന്നു. നല്ലപോലത്തെ സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നല്ലപോലത്തെ സപ്പോർട്ടായിരുന്നു. ഷെഫ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ അടുക്കളയിൽ നിന്ന് ഇത്രയും പരിപാടികൾ നമുക്ക് കാണിച്ചു തന്നു. അതിന് തന്നെ വലിയൊരു താങ്ക്സ്. അതെ, ഞാൻ മസ്റ്റ് ട്രൈ നമ്മൾ എല്ലാ പ്രാവശ്യവും മാൻഡറ്ററി. അടിപൊളി. ആ മീൻ പൊരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള ആള്.